മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അതിശക്തമായ മഴയിൽ വെള്ളം കുത്തിയൊലിച്ചെത്തിയെന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ദുരന്തത്തിൽ കാണാതായ 119 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളതെന്ന് ഔദ്യോഗിക കണക്ക്. 9 പേരുടെ DNA പരിശോധന ഫലം ലഭിച്ചതോടെയാണ് പട്ടിക പുതുക്കിയത്. ദുരിതബാധിതർക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം നാളെ ചേരും. ചാലിയാറിലും മുണ്ടക്കൈയിലും തിരച്ചിൽ തുടരുകയാണ്. ചൂരൽമലയിൽ നിന്ന് തനേഷ് തമ്പി, സുർജിത് അയ്യപ്പത്ത്, വിപിൻ സി വിജയൻ എന്നിവരും, പുത്തുമലയിൽ നിന്ന് സുഹൈൽ മുഹമ്മദ്, ചാലിയാറിലെ തിരച്ചിൽ വിവരങ്ങളുമായി സമീർ ബിൻ കരീം എന്നിവരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തനേഷ് തമ്പി നമ്മളോടൊപ്പം ചേരുന്നു ചൂരൽമലയിൽ നിന്ന്. തനേഷ്, എന്താണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ അവസ്ഥ? ഇന്ന് ചൂരൽമലയിൽ നടക്കുന്നത് ഈ താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കാനുള്ള സർക്കാർ തീരുമാനം എത്രത്തോളം നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്? ചൂരൽമലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, 119 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള തിരച്ചിലുകളെല്ലാം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ മൃതദേഹങ്ങളോ ശരീരാവശിഷ്ടങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ പൂർണ്ണമായും അവസാനിപ്പിച്ചു. അത്തരത്തിലുള്ള സേനാ വിഭാഗങ്ങളെല്ലാം ഇപ്പോൾ മാറിയ ഒരു സാഹചര്യമാണ്. ഇനി അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക്, ഒന്നാം ഘട്ടമാണ് അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നത്. അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുനരധിവാസമാണ്. അതായത് ഈ ഒരു പൂർണ്ണമായും ഇല്ലാതായി പോയ ഗ്രാമങ്ങളെ പുനർനിർമ്മിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്കുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ചൂരൽമല കവല അല്ലെങ്കിൽ ചൂരൽമല ടൗൺ, ആ ടൗണിൽ ഈ കച്ചവട സ്ഥാപനങ്ങൾ ആകെ നശിച്ചു പോയിരുന്നു. കച്ചവട സ്ഥാപനങ്ങളുടെ അകത്തേക്ക് വെള്ളം ഇരച്ചു കയറുകയും ഈ നമുക്കറിയാം ബെയിലി പാലം നിർമ്മിച്ച മുൻപ് അവിടെ ഉണ്ടായിരുന്ന പാലം തകർന്നു പോയതാണ്. ആ പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമായി നിരവധി കച്ചവട സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്, ചെറുതും വലുതുമായ. അതായത് എങ്ങനെയാണോ ഒരു നാട്ടിൻപുറത്തെ ഒരു കവല ഉണ്ടാവുക, അവിടെ എന്തൊക്കെ തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാവും, ചെറിയ ഹോട്ടലുകൾ, പലചരക്ക് കടകൾ, അതുപോലെ തന്നെ മൊബൈൽ റീചാർജിംഗ് കേന്ദ്രങ്ങൾ, പാർട്ടി ഓഫീസുകൾ, അത്തരത്തിലുള്ള നിരവധി കടകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ കടകൾക്കകത്തേക്കെല്ലാം ഈ ചെളിവെള്ളം ഇരച്ചു കയറുകയും ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള ഒരു പലചരക്ക് കടയുടെ അവസ്ഥയാണ്. അതിനകത്ത് ആ സാധനങ്ങളൊക്കെ കച്ചവട ഉപഭോക്താക്കൾക്ക് വേണ്ടി കാത്തിരുന്ന ആ സാധന സാമഗ്രികളെല്ലാം അവിടെ തന്നെയുണ്ട്. അതിനകത്തേക്ക് ചെളി ഇരച്ചു കയറുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പുറത്ത് കിടക്കുന്ന ചെളി മുഴുവൻ അതിനകത്ത് നിന്ന് കോരിയെടുത്ത് സന്നദ്ധ പ്രവർത്തകർ പുറത്തേക്കിട്ടതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എത്രമാത്രം ചെളിയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത്. വലിയ നാറ്റം ഇവിടെ ഈ മണ്ണിന്റെയും അതുപോലെ തന്നെ ഈ കുത്തിയൊലിച്ചു വന്ന ഇതിന്റെ അവശിഷ്ടങ്ങളുടെയും ഒക്കെ വലിയ മണം ഈ പ്രദേശത്തുണ്ട്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ സന്നദ്ധ പ്രവർത്തകർ അവരുടെ കടമ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ തന്നെ ഈ വൃത്തിയാക്കൽ തുടങ്ങിയിരുന്നു. ഇന്നാണ് കൂടുതൽ കടകളിലേക്ക്, അതായത് കൂടുതൽ ആഘാതമുണ്ടായിട്ടുള്ള കടകളിലേക്ക് ഈ വൃത്തിയാക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു പാലത്തിന്റെ ഒരു വശത്ത് മാത്രമാണ് ഈ കടകൾ അവശേഷിക്കുന്നത്. ഇതിന്റെ മറുവശത്തുള്ള രണ്ട് സൈഡിലുമായി ഉണ്ടായിരുന്ന മുഴുവൻ കടകളും, അങ്ങനെ കടകൾ ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നിപ്പിക്കാത്ത രീതിയിൽ, ഒരു ഓർമ്മയും അവശേഷിപ്പിക്കാത്ത രീതിയിൽ പൂർണ്ണമായും നശിച്ചു പോയിട്ടുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് ഈ മറുവശത്ത് അവശേഷിക്കുന്ന കടകളെങ്കിലും വൃത്തിയാക്കിയെടുക്കുക എന്നുള്ള ദൗത്യമാണ്. എല്ലാ സന്നദ്ധ സംഘടനകളും ആ ഒരു ജോലിയിൽ വ്യാപൃതരായിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഓരോ കടകളുടെയും അവസ്ഥകൾ കണ്ടാലറിയാം. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണ് വല്ലാതെ അടിഞ്ഞുകൂടി കിടന്നിരുന്നത് കൊണ്ട് തന്നെ ഈ കടകളുടെ ഒരു യഥാർത്ഥ വശം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഒരു കടയുടമ ഒരു കടയിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. ഒരു മിൽമ ബൂത്താണ്. ആ ബൂത്തിന്റെ അവസ്ഥ നമുക്ക് കാണാം. അത് തുറക്കുമ്പോൾ അകത്ത് മുഴുവൻ ചെളിയാണ് നമുക്ക് കാണുന്നത്. ഇവിടെ ഒരുപക്ഷെ ചെറിയ രീതിയിൽ ചായയൊക്കെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചായക്കട എന്ന് തന്നെ പറയാം. ആ ചായയും ജ്യൂസും ഒക്കെ വിൽക്കുന്ന നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു സാധാരണ കട, ആ കടയുടെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് മണ്ണ് കുത്തിയൊലിച്ചു വന്ന് അത് അകത്ത് ഈ കട റഷീദ് ആണോ? ഇത് വളരെ സജീവമായിരുന്ന ഒരു കവലയായിരുന്നു. അത്യാവശ്യം ഒരാൾക്കെല്ലാം അത്യാവശ്യം നല്ലൊരു മേപ്പടിന്റെ കഴിഞ്ഞ പിന്നെ ഒരു ടൗൺ ആയിരുന്നു. ഇപ്പൊ ഇത് ഈ കടത്തമായിട്ടും പോയാൽ ഇന്നാണ് അത് തുറക്കുന്നത്. ഇതില് നമ്മളിതൊരു ഹോട്ടലായിരുന്നു. ഇതൊരു ഹോട്ടലൊരു ബേക്കറിയൊക്കെ ആയിരുന്നു. നമുക്ക് കണ്ടമാനം ഫർണിച്ചേഴ്സും കാര്യങ്ങളും പിന്നെ ഒരുപാട് സാധനങ്ങൾ കണ്ടല്ലോ, ഫുള്ള് കുത്തി വലിച്ചിട്ടുണ്ട്. ഇപ്പൊ അതാ കയറ്റി ആ സാധനമാണെങ്കിലും ഈ കൗണ്ടറിന്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കി. പിന്നെ അതേപോലെ ഇൻവേർട്ടർ, മൊത്തത്തിൽ സാധനങ്ങൾ മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ എന്തായി നശിച്ചുപോയി. ഇല്ല, ഒറ്റ ഷോപ്പായിരുന്നു. ഇത് ബേക്കറി ആയിട്ട് ഇത് ഹോട്ടലായിട്ട് ഉപയോഗിച്ചായിരുന്നു. ഇല്ല, അത് തുറന്നിട്ട് ക്ലീൻ ചെയ്ത് 2-3 ദിവസം ക്ലീൻ ചെയ്തതിന്റെ ബാക്കിയാണ് ഇതുള്ളത്. ഇത് കണ്ടല്ലേ, ഇത് ഓരോ ദിവസം കുറച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ആക്കിയാണ്.
ഇപ്പൊ ഈ വളരെ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മള് വേറൊരു വഴിയില്ലല്ലോ ശരി തനേഷ്, ഞാൻ വരാം. തനേഷ് ഏതായാലും ഈ ബേക്കറി ഉടമയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം ആദ്യമായിട്ട് ആ കടയിൽ വന്ന് കട തുറന്നു നോക്കുകയാണ്. അതിനകത്തെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് ഇനി ഈ കാണുന്ന ദൃശ്യങ്ങൾ ചുരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈയും ഒക്കെ ദുരന്തത്തിലാഴ്ത്തിയ ഉരുൾപൊട്ടൽ തുടങ്ങുന്നതിന് മുൻപ് ഉണ്ടായ കനത്ത മഴയുടെ CCTV ദൃശ്യങ്ങളാണ്. കനത്ത മഴയും അതോടൊപ്പം തന്നെ ആ മഴയിൽ ഒരു മണ്ണിടിച്ചിലേക്കുമൊക്കെ നയിച്ച ആ ശക്തമായ മഴയിൽ വരുന്ന നീർച്ചാലുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഉരുൾപൊട്ടലിന് തൊട്ട് മുൻപേ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണത്. ഈ കനത്ത മഴയെ തുടർന്നാണ് മുണ്ടക്കൈയിലും ചൂരൽമലയുമൊക്കെ ബാധിച്ച ഉരുൾപൊട്ടൽ പുഞ്ചിരിമട്ടത്ത് ഉണ്ടായത്. നമുക്ക് ഈ 2 ദിവസങ്ങൾക്ക് മുൻപ്, അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് തൊട്ട് തലേന്നാൾ അവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുകയും വിവരങ്ങൾ നൽകുകയും ചെയ്ത ആളാണ് ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഇന്ന് ഒരു ഓർമ്മ മാത്രമായി മാറിയിരിക്കുന്ന, വേദനയുടെ ദുഃഖത്തിൻ്റെ ഒരു സ്മൃതിരൂപമായി മാറിയിരിക്കുന്ന വെള്ളാർമല സ്കൂളിന് മുന്നിൽ നിന്നാണ്. വെള്ളാർമലയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, ഒരു ദുരന്തത്തിൻ്റെ തീരാത്ത ഓർമ്മ പോലെയാണ് ആ വെള്ളാർമല സ്കൂൾ ഇപ്പോഴുള്ളത്. അവിടെ ഉണ്ണിമാഷ് എത്തിയപ്പോൾ അദ്ദേഹം വിതുമ്പിക്കരഞ്ഞ് കുഴഞ്ഞു വീണതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ പഠിച്ച കുട്ടികൾ അവരുടെ ഓർമ്മകൾ വേദനയോടെ പങ്കുവെക്കുന്നതുമൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഈ വെള്ളാർമല സ്കൂളും അതുപോലെ തന്നെ മുണ്ടക്കൈ സ്കൂളിലെയും ഒക്കെ കുട്ടികൾക്ക് അവർക്ക് കൂടുതൽ മികച്ച സൗകര്യത്തോടു കൂടി പഠിക്കാനുള്ള അവസരം ഒരുക്കുമെന്നാണ്. എന്താണ് സുർജിത്ത് വെള്ളാർമല സ്കൂളിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് പറയാൻ പറ്റുന്ന വിവരങ്ങൾ? മറ്റൊന്ന്, നേരത്തെ ശക്തമായ മഴ, ഇപ്പോൾ സുർജിത്ത് ഈ ഉരുൾപൊട്ടലിന്റെ തലേനാൾ അവിടെ നിന്ന് കാര്യങ്ങൾ അറിയിച്ച ആളാണ്. അപ്പോൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ എന്താണ് വിശദാംശങ്ങൾ? ഗോപി, ഞാൻ നിൽക്കുന്ന ഇടം വെള്ളാർമല സ്കൂളാണ്. തലേദിവസം ഞാൻ ഇവിടെ എത്തിയിരുന്നു. തലേദിവസം ആ പാലത്തിന് മുകളിൽ നിന്നാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. വലിയ മഴപ്പെയ്ത്ത്, ആ മഴപ്പെയ്ത്ത് എത്രമാത്രം രൂക്ഷമാണെന്നുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മുണ്ടക്കൈ പള്ളിയിൽ സ്ഥാപിച്ച CCTVയുടെ ദൃശ്യങ്ങൾ, ആ ദുരന്തത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വെള്ളാർമല സ്കൂൾ ഒരു ദുരന്ത സ്മാരകമായി ഇങ്ങനെ നിൽക്കുന്നു. വലിയ വേദനയുള്ള, സങ്കടമുള്ള കാഴ്ചയാണ്. ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അവരുടെ ഉള്ളിലുള്ള ആ ഒരു വികാരം എന്തെന്ന് നമുക്ക് ചോദിക്കാം. ചേച്ചി ഇവിടെ പഠിച്ചിരുന്ന? ഞാനിവിടെ പഠിച്ചത് 82, 83 വരെ ഞാനിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച മാഷാണിത്, മലയാളം മീഡിയത്തിൽ. അന്നിവിടെ +1ഉം +2 ഒന്നും ഇല്ലായിരുന്നു, 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ഗ്രൗണ്ടും ഈ പുഴ സൈഡും ഒക്കെ ആയപ്പോൾ നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്കൂൾ തന്നെയായിരുന്നു. പക്ഷേ സ്കൂളും പോയി, അതേപോലെ നമ്മളെ കൂടെ പഠിച്ചവരും നമ്മൾ അറിയുന്നവരും എല്ലാവരും പോയി പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമമുണ്ട്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമുണ്ട്. അതാണ്, അത് സ്വാഭാവികമായ ഒരു വൈകാരികതയാണ് ആളുകളെ സംബന്ധിച്ച്. നമുക്ക് പോലും ഒരു പ്രയാസമുണ്ട്. അപ്പോൾ എത്രമാത്രമാകും ഇവരുടെ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. മാഷേ ഏത് കാലത്തായിരുന്നു ഇവിടെ പഠിപ്പിച്ചത്? 79 ജനുവരി 9-ാം തീയതി മുതൽ 2000 വരെ. പിന്നെ പ്രമോഷൻ കിട്ടി എരുമക്കുല്ലി, മേപ്പാടി ഭാഗങ്ങളിലേക്ക് പോയി. സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. ഇങ്ങനെ ഒരവസ്ഥ വന്നു പോയല്ലോ, ഇങ്ങനെയല്ല ആഗ്രഹിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും. ഇനിയും ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അതൊക്കെ പെട്ടെന്ന് വീണുടഞ്ഞ പളുങ്കുപാത്രം പോലെയായി. ആർക്കും പ്രതീക്ഷയില്ല. ഇല്ല. ചെറിയ തോതിലൊക്കെ പുഴ നിറഞ്ഞു വരുമെന്നല്ലാണ്ട്, ഇപ്പോൾ ഭൗമശാസ്ത്രജ്ഞൻ പറഞ്ഞ പോലെ ഇത് അണകെട്ടി ഈ മരങ്ങളും കല്ലും ഒക്കെ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ ഈ പുഴ നിറഞ്ഞങ്ങ് ഒഴുകി പോകുമായിരുന്നു. അതും കൂടി ആയപ്പോൾ സ്കൂളിനെ വന്ന് അടിച്ചമർത്തുന്നതിനും വീടുകൾ ഇളക്കിക്കൊണ്ടു പോകുന്നതിനും ആൾക്കാരെ മരണത്തിലേക്ക് അകപ്പെടുത്തുന്നതിനും പ്രകൃതിക്ക് കഴിഞ്ഞു. എന്തായാലും അധ്യാപകരും വിദ്യാർത്ഥികളും, പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ ഇവിടേക്ക് വരുന്നു, കാണുന്നു. നേരത്തെ ഒരു സാമുവൽ മാഷ് എന്ന് പറഞ്ഞ മാഷ് നമ്മളോട് സംസാരിച്ചു. ഇവിടുത്തെ പ്രധാന അധ്യാപകനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പങ്കുവെക്കുന്നതും ഇത്തരം വൈകാരികമായ ഒരു തലത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം ഒരു ദുഃഖകരമായ അന്തരീക്ഷമാണ്. എന്തായാലും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഒപ്പം തന്നെ മേലെ മുണ്ടക്കൈ ഭാഗത്തുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളെയും മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതായത് മേപ്പാടിയിലേക്ക് ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോടു കൂടി ഒന്ന് ചോദിക്കാം. ഈ സ്കൂളിനെ സംബന്ധിച്ച് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇങ്ങോട്ട് നിൽക്കാം.
മുണ്ടകയിലെയും വെള്ളാർമല സ്കൂളിലെയും മുഴുവൻ കുട്ടികളെയും മെനിഞ്ഞാന്ന് ഞങ്ങൾ ഓർക്കുകളും മന്ത്രി, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഞാനും പഞ്ചായത്ത് അധികൃതരും DD ഉൾപ്പെടെ ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്നിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ പറഞ്ഞത് പ്രീ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള മുഴുവൻ കുട്ടികളെയും ഈ തൊട്ടടുത്ത് താമസിക്കുകയും അവർക്ക് മേപ്പാടി സ്കൂളിലേക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും അതിനാവശ്യമുള്ളതായ ക്രമീകരണം മുഴുവൻ ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പം പെട്ടെന്ന് ആക്കാനുള്ള നടപടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ APJ അബ്ദുൽ കലാം ഹാള്, അതിൻ്റെ പാർട്ടീഷൻ. 2, നിലവിൽ അവിടെ 10-ലധികം വരുന്ന 20ഓളം വരുന്ന ബയോ ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റ് അവിടെ തന്നെ നിലനിർത്തുക കുട്ടികൾക്കുള്ള. അപ്പോൾ പുതിയ ബ്ലോക്കിൻ്റെ അനുസരിച്ച് പിന്നെ പുതിയ കിച്ചൺ ക്രമീകരിക്കാനുള്ള നടപടി, അഡീഷണലായ ക്ലാസ് റൂം വേണമെങ്കിൽ ആ ക്ലാസ് റൂം ക്രമീകരിക്കാനുള്ള നടപടി. അതിന് കോഴിക്കോട് നിന്ന് വന്നതായിരിക്കുന്ന ബിൽഡേഴ്സ് ഗ്രൂപ്പുമായിട്ട് പ്രത്യേകം നമ്മൾ ചർച്ച നടത്തി. നമ്മളൊക്കെ അറിയുന്ന ആളുകളാണ്. അവരുമായിട്ട് ചർച്ച നടത്തി അവരുടെ ഒരു സിസ്റ്റം അതും ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സുരക്ഷിതമായി നടക്കാൻ വേണ്ടി കുറച്ച് റീറ്റെയിൻ വാളും കുറച്ച് സൗകര്യങ്ങളും അതും ക്രമീകരിക്കേണ്ടി വരും. അതിനുള്ള അടിയന്തര നടപടികൾ അതും പൂർത്തീകരിക്കുകയാണ്. പിന്നെ മറ്റൊന്നുള്ളത്, അവിടുത്തെ കുട്ടികളുടെ സ്ട്രെങ്ത്ത് കൂടുന്ന സമയത്ത്, പൊതുവേ സ്കൂൾ വിടുന്ന സമയത്ത് കൂടുതൽ സമയം അവിടെ ബസ് കാത്ത് നിൽക്കുന്ന സാഹചര്യം, അതിന് അഡീഷണൽ ട്രിപ്പും അഡീഷണൽ സംവിധാനം ഒരുക്കാനുള്ള നടപടികൾ അതും ക്രമീകരിച്ചു. അങ്ങനെ വിദ്യാർത്ഥികളുടെ പ്രശ്നം നല്ല രീതിയിൽ പരിഹരിക്കാനുള്ള ഒരു മിഷനാണ്. ആവശ്യമാണെങ്കിൽ പ്രീഫാബ് ഉൾപ്പെടെ എമർജൻസി ക്രമീകരിക്കാനുള്ള കാര്യവും ആലോചിക്കുന്നുണ്ട്. എന്തായാലും ടി സിദ്ദിഖ് MLA ആണ് പ്രതികരിച്ചത്. ഞാനിപ്പോൾ ഈ സ്കൂളിൻ്റെ വരാന്തയിലേക്കൊന്ന് കയറുകയാണ്. വരാന്തയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടം വരും. കാരണം തലേ ദിവസം പകർത്തിയ ആ വിദ്യാലയമാണോ ഇത് എന്നുള്ളത്. നേരത്തെ ഇവിടെ റിപ്പോർട്ടിങ്ങിനൊക്കെ വരുന്ന ഘട്ടത്തിൽ ഈ സ്കൂളിൻ്റെ മതിൽ വേർതിരിക്കണം, അതായത് ഈ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് കൂടി ഒഴുകുന്ന ആ പുഴയും സ്കൂളും തമ്മിലുള്ള മതിൽ വേർതിരിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ PTA അടക്കം അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവരെല്ലാവരും ആവശ്യപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കുട്ടികളുടെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് അതൊക്കെ അവർ പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിലത്തെ അവസ്ഥ പരിശോധിക്കുമ്പോൾ അതൊക്കെ കയറി വന്നിരുന്നു. നേരത്തെ ഈ വെള്ളം കയറി ഇവിടെ ഈ ഭക്ഷണം വയ്ക്കുന്ന പാചകപ്പുര ഉൾപ്പെടെ നശിക്കുന്ന ഒരു അവസ്ഥ, അതായത് അത് വീഴുന്ന രീതിയിലേക്കൊക്കെ പോയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇവിടെ വാർത്ത ചെയ്യാൻ വേണ്ടി നമ്മൾ എത്തിയത്. അങ്ങനെ മതിൽ വേണമെന്നുള്ള ആവശ്യം ആളുകൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടുത്തെ കെട്ടിടങ്ങളെ പൂർണ്ണമായും കവരുന്ന തരത്തിലേക്ക് ഈ മഹാദുരന്തം മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രയാസം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ മിഷനറി സംവിധാനങ്ങൾ ചലിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നു. ഇവിടുത്തെ മുഴുവൻ കുട്ടികളെയും മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഗോപി. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. വെള്ളാർമല സ്കൂളിൽ നിന്നാണ് സുർജിത്ത് വിവരങ്ങൾ നൽകിയതും. നമുക്കറിയാം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് തൊട്ട് തലേനാൾ വെള്ളാർമല സ്കൂളിലെത്തുകയും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്ത ആളാണ് സുർജിത്ത് അയ്യപ്പത്ത്. ഇന്നിപ്പോൾ ആ സ്കൂള് ഒരു വലിയ മൺകൂനയായി അവശിഷ്ടമായി മാറിയിരിക്കുന്നു. അതിൻ്റെ വലിയൊരു ഭാഗം ഈ ദുരന്തത്തിൽ നഷ്ടമായിരിക്കുന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കും എന്ന് സർക്കാർ ഉറപ്പ് നൽകുകയാണ്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, മുൻപ് അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ എന്നിവരൊക്കെയാണ് ഈ വെള്ളാർമല സ്കൂളിലെ ഓർമ്മകൾ പങ്കുവച്ചതൊപ്പം തന്നെ ടി സിദ്ദിഖ് MLA ഇനി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത്, എന്തൊക്കെ വേണമെന്ന കാര്യങ്ങളും നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി നമ്മളോടൊപ്പം ചേരുന്നത് വിപിൻ C വിജയനാണ്. വിപിൻ നിൽക്കുന്നത് ചൂരൽമലയിൽ നിന്ന് തന്നെയാണ്. വിപിനും നമ്മളോടൊപ്പം ചേരുന്നത്. വിപിന് നൽകാൻ കഴിയുന്ന 2 പ്രധാനപ്പെട്ട വിവരം: ഒന്ന്, ഈ ലോണിൻ്റെ അടവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്, ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ എന്ത് നടപടി? അവർക്ക് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ യോഗം നാളെ ചേരാനിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ്. 9 പേരുടെ DNA ഫലം കൂടി കിട്ടി. 119 പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് ആ പട്ടിക വിപുലീകരിച്ചുകൊണ്ട് നമുക്ക് വരുന്ന വിവരം. വിപിൻ, പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ ചൂരൽമലയിലായാലും മുണ്ടക്കയിലെ ആയാലും അല്ലെങ്കിൽ പുഞ്ചിരിമട്ടത്തെ ആയാലും ജീവൻ തിരിച്ചു കിട്ടിയ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ പൈസയില്ല, അവരുടെ സർവസ്വവും നഷ്ടപ്പെട്ടു, അവർക്ക് ലോൺ പോലെയുള്ള വലിയ ബാധ്യതകളുണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇവർക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം നേരത്തെ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ഈ കാര്യമല്ലേ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി നാളെ പരിഗണിക്കാൻ പോകുന്നത്?
അതെ, ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗോപി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരിനി എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്. അതായത് ഈ ലോൺ എടുത്തവരുണ്ട്, അപ്പോൾ അത് തിരിച്ചടയ്ക്കുന്നതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകണം. അവർക്ക് വീട്, അവരുടെ താമസം സൗകര്യമായിരിക്കണം. അങ്ങനെ ഒരു പഴയ ജീവിതത്തിലേക്ക് അതുപോലെ തന്നെ പറിച്ചടാൻ പറ്റില്ല എങ്കിൽ കൂടി അവർക്ക് ഏറ്റവും മാന്യമായിട്ടുള്ള രീതിയിൽ താമസിക്കാനും അവർക്ക് ജീവിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതിൽ തന്നെയാണ് സർക്കാർ എല്ലാ തരത്തിലും എല്ലാ മിഷണറീസും ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നാളെ സംസ്ഥാനതല ബാങ്കിന്റെ സംസ്ഥാനതല സമിതി ചേരുന്നത്. മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം ആദ്യം മുതൽ തന്നെയുണ്ട്. അതിൽ കേരള ബാങ്ക് മാത്രമാണ് ഒരു തീരുമാനം ഇപ്പോഴും എടുത്തിരിക്കുന്നത്. മരിച്ചവരുടെയും വീടുകൾ നഷ്ടപ്പെട്ടവരുടെയും വായ്പകൾ എഴുതിത്തള്ളുന്നു എന്ന് കേരള ബാങ്ക് മാത്രം പ്രഖ്യാപിച്ചു. മറ്റ് ആരും തന്നെ അക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഈ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ള പ്രത്യേക അജണ്ട വെച്ചുകൊണ്ടാണ് നാളെ ബാങ്കുകളുടെ സംസ്ഥാനതല സമിതി ചേരുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം വരും, ആശ്വാസകരമായ ഒരു തീരുമാനം വരും എന്നുള്ളത് തന്നെയാണ് ഇവരെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. കാരണം പലരും കടകളായാലും വീടുകളായാലും ലക്ഷങ്ങൾ ലോൺ എടുത്തുകൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു കടയിലുള്ള ഒരു ചേട്ടൻ തന്നെ പറഞ്ഞു, ആ കട നവീകരിച്ചത് 2 മാസം മുൻപാണ്. ഏകദേശം 30 ലക്ഷം രൂപ കേരള ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിൽ നിന്നുമായി അവർ ലോൺ എടുത്തിട്ടാണ് ചെയ്തത്. അതെല്ലാം പൂർണ്ണമായും നശിച്ചു. അതിന് എങ്ങനെ വീട്ടും എന്നുള്ളൊരു ആശങ്ക ഈ ക്യാമ്പിൽ ഇരിക്കുമ്പോഴും ഇവരെ അലട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും വേഗത്തിൽ ഒരു പരിഹാരം കാണണം. അത് നാളെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് ആ കാര്യമാണ്. മറ്റൊന്നുള്ളത് ഈ DNA ടെസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഈ മരിച്ചവർ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 119 പേരായിരിക്കുന്നു കാണാതായവരുടെ പട്ടികയിൽ, അല്ലേ? അതെ, 401 ആളുകളുടെ DNA പരിശോധനാ ഫലമാണ് വരാനുള്ളത്. 401 റിസൾട്ടുകൾക്കാണ് നമ്മൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഇതിൽ ഇവിടെ ഉള്ള ആളുകളുടെ രക്തസാമ്പിളുകൾ അടക്കം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടമായിട്ടുള്ള 9 എണ്ണം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ആരൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് മന്ത്രിസഭാ ഉപസമിതി മീറ്റിംഗുകൾക്ക് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് 9 പേരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ കരട് പട്ടിക ഇപ്പോൾ ഒന്ന് പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അങ്ങനെ 128 എന്നുള്ളത് 119 ആളുകളായി, കാണാമറയത്തുള്ളത് 119 ആളുകളായി കുറഞ്ഞിരിക്കുകയാണ്. എന്റെ കൂടെ ഇവിടെ ഒരു സൈനുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചുരൽമലയിൽ തന്നെ ജീവിച്ച ഒരു ആളുണ്ട്. അദ്ദേഹത്തിന് ഒരു ആവശ്യവുമുണ്ട്, അത് ചോദിക്കാം. എന്താണ് സൈനുക്ക പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇനി ഇവിടുന്ന് കുറെ കുടുംബങ്ങൾ ഇവിടെ സ്ഥിരതാമസക്കാരുണ്ട്. 10ാം വാർഡിലും 12ാം വാർഡിലും 11ാം ഈ ദുരന്തം ബാധിക്കാത്ത 10ാം വാർഡിൽ അങ്ങോട്ട് 12ാം വാർഡിലും ഇങ്ങോട്ടും ഒരു 500 കുടുംബങ്ങൾ ഇവിടെ സ്ഥിര താമസക്കാരുണ്ട്. ഇവിടുന്ന് പോകാൻ പറ്റാത്ത, എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല. നമ്മളെ ഉറ്റവരും സ്നേഹിതവരും എന്തായാലും മൺമറഞ്ഞ സ്ഥലമാണ്. ഇവിടെ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് വിട്ടു പോകാൻ പറ്റൂല. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മളെ സ്കൂള്. ഈ സ്കൂളിൽ 850 കുട്ടികൾ പഠിച്ച സ്കൂളാണ്. ഇനി ആ സ്കൂളിൽ ഇവിടുന്ന് ഇനി പോയവരും പോകാനുള്ളവരും കഴിച്ചാലും ഒരു 100-400 കുട്ടികൾ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ഈ സ്കൂളിൽ തന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂള് പുനർനിർമ്മാണം ഇവിടെ തന്നെ ആണെന്നുള്ള ഇതാണ്. ഈ സ്ഥലത്ത് അതിന് പറ്റുമോ എന്നുള്ളതൊക്കെ പഠനം നടക്കുന്നുള്ളൂ. ഓക്കെ, അത് പഠിച്ച് എന്നാലും ഇവിടെ പറ്റും. എന്താന്ന് വെച്ചാൽ എന്നാലും ഈ ഒരു പ്രദേശത്തിന് ഒരു സ്കൂള് വേണമെന്നുള്ളതാണോ? ഇവിടെ ഈ പ്രദേശത്ത് തന്നെ വേണം. ഇവിടുന്ന് എന്തായാലും ഇത്രയും ജനങ്ങളെ ഇവിടുന്ന് പെട്ടെന്ന് മാറ്റി താമസിപ്പിക്കാൻ ഗവൺമെന്റിന് സാധിക്കില്ല. അത് നമുക്ക് നല്ല അറിയുന്ന ഒരു ആളാണ്. മരിച്ചു പോയവരും വീട് നഷ്ടപ്പെട്ടവർക്കും നല്ലൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റുക. ഇവിടെ സ്ഥിര താമസിക്കാൻ പറ്റുന്ന സ്ഥലത്തുള്ള ആളുകളെ ഇവിടെ തന്നെ അതെ, ഇവിടെ ഈ ഒരു വെള്ളാർമല സ്കൂളിന് പകരമായി തന്നെ ഇവിടെ തന്നെ ഒരു സ്കൂൾ വേണം. കാരണം മറ്റ് സ്കൂളുകളൊക്കെ വളരെ ദൂരെയാണ്. ഒപ്പം തന്നെ ഈ മുണ്ടക്കൈയിലുള്ള സ്കൂളും ഈ ഉരുൾപൊട്ടലിൽ നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഇവിടെ ഉള്ളവർക്ക് പഠിക്കാനായി ഒരു സ്കൂൾ ഈ ഒരു മേഖലയിൽ തന്നെ വേണമെന്നുള്ളതാണ്. അക്കാര്യം സർക്കാർ പരിഗണിക്കണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം ഇന്ന് ഇപ്പോൾ ഇവിടെ എത്തി നമ്മോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും വിവിധ തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് പുനരധിവാസത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോൾ നാളെയാണ് അതിന്റെ ഒരു അവസാന തീയതി. കാരണം വാടക കെട്ടിടങ്ങൾ കണ്ടെത്തി വന്നിരുന്നത് 20-ാം തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാമ്പിലുള്ളവരെ 20-ാം തീയതിക്ക് ശേഷം അങ്ങനെ സ്വമേധയാ കണ്ടെത്തിയവർക്ക് അങ്ങനെ മാറിപ്പോകുന്നവരുണ്ട്. അല്ലാത്തവരെ 20-ാം തീയതിക്ക് ശേഷം സർക്കാർ കണ്ടെത്തിയ വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അദാലത്തും വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിന്റെ അദാലത്ത് വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടക്കുവാൻ പോകുന്നു. അതിനിടയിലാണ് അവിടുത്തെ ഒരു പ്രദേശവാസിയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി വന്നിരിക്കുന്നത്. വെള്ളാർമല സ്കൂൾ അവിടെ തന്നെ പുനർനിർമ്മിക്കണം. അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. മൺമറഞ്ഞവർ തങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ്. അവരിൽ നിന്ന് മാറി താമസിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്നുകൂടി പറയുന്നു. 9 പേരുടെ DNA ഫലം ലഭിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് 119 പേരായിരിക്കുന്നു കാണാതായവരുടെ പട്ടികയിൽ.
ബാങ്കേഴ്സ് സംസ്ഥാനതല ബാങ്കേഴ്സ് യോഗം നാളെ ചേരാനിരിക്കുന്നു. ഈ വീട് നഷ്ടപ്പെട്ടവരുടെയും ബന്ധുക്കളെയും ഉറ്റവരെയും ഒക്കെ നഷ്ടപ്പെട്ടവരുടെയും ഒക്കെ ലോണ് എഴുതിത്തള്ളുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന് മൊറട്ടോറിയം കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള സുപ്രധാനമായ ആലോചനയായിരിക്കും സംസ്ഥാനതല ബാങ്കേഴ്സ് യോഗം നാളെ ചേരുമ്പോൾ അതിലുണ്ടാവുക. വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് ചൂരൽമലയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.